ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ടീഷർട്ടുകൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ളത് നമുക്ക് ചിലപ്പോഴൊക്കെ കൈ നീളം കൂടുതലായിരിക്കും. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൈ നീളം കൂടുതലായിരിക്കും. കൊച്ചു കുട്ടികൾക്കാണ് ഇത് ഏറ്റവും പാട്. നമ്മളത് മടക്കി വെച്ച് കൊടുത്താൽ അവർ കളിക്കുമ്പോഴൊക്കെ അതങ്ങ് നേരെയാവും, പഴയ അവസ്ഥയാവും. പിന്നെ അവർ കഴിക്കുമ്പോഴും കളിക്കുമ്പോഴും എല്ലാം ഈ കയ്യിലും കൂടിയാണ് എല്ലാം ആവുന്നത്. ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നേ. കട്ടിയൊന്നും വേണ്ട. ടീഷർട്ട് ഇതുപോലെ തിരിച്ചിട്ട് ഈ 2 വശത്തെയും നീളത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് നോക്കണം. ഇതുപോലെ ടീഷർട്ടിനൊന്നും നമുക്ക് ഒരിക്കലും വെട്ടിക്കളഞ്ഞിട്ടത് പഴയ ഒരു പെർഫെക്ഷനോടെ ഇടാൻ പറ്റത്തില്ല. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാം. ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. കുറച്ച് ദൂരത്തുനിന്നേ വന്നിട്ട് ആ ഒരു ബോർഡറില്ലേ, ടീഷർട്ടിൻ്റെ ഈ ഒരു ബോർഡർ വരെ സ്റ്റിച്ച് നിൽക്കാവും. അതിലോട്ട് സ്റ്റിച്ച് കയറരുത്. ഇതുപോലുള്ള തുണികളിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സാധാ മെഷീനിൽ തയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പീസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി നമുക്ക് നേരത്തെ നമ്മൾ വരച്ചില്ലേ അതിലേക്കൂടി സ്റ്റിച്ച് കൊടുക്കാം. എന്തിനാണ് ഇങ്ങനൊരു സ്റ്റിച്ചിൻ്റെ ആവശ്യമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ? കുറച്ചുകൂടി അങ്ങോട്ട് കാണുമ്പോൾ പിടികിട്ടും. ഇനി ഈ പേപ്പർ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ലെവൽ കിട്ടുന്നതിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഈ കൈ ഒന്ന് മടക്കും. നമ്മൾ ആ മടക്ക് എവിടെയാണെന്ന് ഈ തയ്യൽ തുമ്പിൽ ചെറുതായിട്ടൊരു മാർക്കിംഗ് കൊടുത്താൽ മതി. ഈ മാർക്കിംഗ് വെച്ചാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കുന്നത്. ഇനി മടക്ക് എത്ര വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. എത്രയാണ് നമുക്ക് കൈനീളം കുറയേണ്ടത്? 2 ഇഞ്ചാണ് നമുക്ക് കൈനീളം കുറയേണ്ടതെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ഈ ബോർഡറിൽ നിന്ന് അങ്ങോട്ട് 1 ഇഞ്ച് മാറ്റിയാണിത് മാർക്ക് ചെയ്യേണ്ടത്. 3 ഇഞ്ചാണ് നമുക്ക് കൈനീളം സ്ലീവ് ലെന്ത് കുറയേണ്ടതെങ്കിൽ 1.5 ഇഞ്ചാണ്. നമ്മൾ ആ മാർക്ക് ചെയ്ത അതേ ലെവലിൽ ഇതുപോലെ മടക്കി വെച്ച് ഈ സ്റ്റിച്ചിൽ കൂടി സ്റ്റിച്ച് കൊടുക്കാം. കറക്റ്റ് ലെവലിന് കിട്ടാൻ വേണ്ടി ആ മടക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ഇതുപോലെ ചോക്ക് വെച്ച് മടക്കിൽ മാർക്ക് ചെയ്യണം. തയ്ക്കുന്നത് ഇതിലേക്കൂടിയല്ല, ഒരു ബോർഡർ പോലെ ഉണ്ടല്ലേ, അവിടെയാണ് നമ്മൾ തയ്ക്കുന്നത്. അതിനു മുമ്പ് ഇതുപോലെ മടക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. സ്റ്റിച്ച് വീഴാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും പേപ്പർ വെച്ച് തയ്ക്കാം. ഇവിടെയും നമ്മൾ തച്ച് പോവേണ്ടത് ഇതിലേക്കൂടിയാണ്. ഈ ബോർഡർ എന്ന് പറഞ്ഞില്ലേ, ആ തടിച്ച സ്റ്റിച്ച് അതിലേക്കൂടിയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. തയ്ക്കുന്നതിനനുസരിച്ച് തുണിയെ നമ്മൾ തയ്ക്കാൻ സൗകര്യത്തിന് ഇതുപോലെ എടുത്ത് വെച്ച് പോകണം. മാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ലെവൽ പോകത്തില്ല. തച്ച് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് എത്തുമ്പം ഇതേ ലെവൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എത്ര കൈനീളമാണോ കുറയേണ്ടത് അതിൻ്റെ നേരെ പകുതിയാണ് ഇവിടെ തയ്യൽ തുമ്പായിട്ട് വരുന്നത്. ഇതുപോലെ നമുക്ക് ഏത് കൈയും നീളം കുറയ്ക്കാം. ആദ്യം നമ്മൾ ചരിച്ച് തച്ചില്ലേ, അതെന്തിനാണെന്ന് ഇപ്പം നമുക്ക് നോക്കാം. നമുക്കിവിടെ ആ ജോയിൻറ്റ് കറക്റ്റ് പ്ലസ് ആയിട്ട് തന്നെ വരണമെങ്കിൽ നമ്മൾ അവിടെ ചരിച്ച് തച്ചെങ്കിലേ പറ്റും. ഇല്ലെങ്കിൽ ഈ കൈയുടെ ഒരറ്റത്ത് വീതി കൂടുതലും ഒരറ്റത്ത് വീതി കുറവുമാണ്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് തച്ച് കുറച്ചെങ്കിൽ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചുളിവില്ലാതെ കിട്ടും. താങ്ക് യു.